ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്ന് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് സംസാരിക്കാം. എല്ലാം തികഞ്ഞവരല്ല. പക്ഷേ നമുക്ക് ഉള്ളത് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയാണ്ട് നമ്മൾ ഇല്ലായ്മയെക്കുറിച്ച് പറഞ്ഞ് എപ്പോഴും പരാതിപ്പെടുകയാണ്. എനിക്ക് നല്ലൊരു വീടില്ലത്, അവളുടെ വീട് കണ്ടില്ല എന്ത് വലുതാ, അല്ലെങ്കിൽ എനിക്കിത്ര പൈസ എനിക്ക് പറ്റണില്ല, എനിക്ക് ഏൺ ചെയ്യാൻ പറ്റണില്ല, അവരൊക്കെ ഭയങ്കര പൈസക്കാരാ. ഈ ഒരു കമ്പാരിസൺ അല്ല, ഈ ഒരു ഏറ്റക്കുറച്ചിൽ, ഇത് നമ്മുടെ ചിന്തകളിലാണുള്ളത്. ആക്ച്വലി നമ്മളെപ്പോഴും ചിന്തിക്കും നമുക്കില്ലാത്തതിനെക്കുറിച്ച് പരാതി പറയലും അതുപോലെ എന്തില്ല എന്നുള്ളത് കണ്ടെത്തി അതിനെക്കുറിച്ച് സംസാരിക്കലും, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മുടെ മൈൻഡ് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്, കുറച്ച് കാര്യങ്ങൾ. അപ്പം ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് എന്തുണ്ടെന്നുള്ളത് തിരിച്ചറിയുക, അതേപോലെ ഈ പറഞ്ഞ പോലെ ഉള്ളതിനെ തിരിച്ചറിയുകയും അതിനോട് നന്ദി പറയുകയും ചെയ്യുന്നതിനെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പം ഒരിക്കലും നമ്മൾ ആരും ചിന്തിക്കുന്നില്ല, ഓക്കെ എനിക്ക് ഇന്നിടാൻ ഒരു നല്ല ഉടുപ്പുണ്ട്, എനിക്കിന്ന് കഴിക്കാൻ 3 നേരത്തെ ഭക്ഷണം കിട്ടി, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കുടുംബത്തോടൊപ്പം ഭയങ്കര സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത്, എനിക്ക് കാറുണ്ട്, അല്ല എനിക്ക് ബൈക്ക് ഉണ്ട്, എനിക്ക് സ്കൂട്ടർ ഉണ്ട്, എനിക്ക് കയ്യും കാലും ഉണ്ട്. ഇതൊന്നും ഒരിക്കലും ഉണ്ടെന്നുള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ അതൊക്കെ ഉണ്ടല്ലോ, എനിക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ, അങ്ങനെ ഒരു മൈൻഡിലോട്ട് മാറുന്നുണ്ട്. അപ്പം ഈ ഒരു നേച്ചർ നമ്മൾ മാറ്റിയെടുത്തിട്ട് നമുക്ക് എന്താണ് ഉള്ളത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ നന്ദി പറയാൻ പഠിക്കുക. നമ്മളൊരു ദിവസം രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ദൈവത്തോട് നന്ദി പറയുക. കുറച്ച് സൗണ്ട് ഉണ്ടാവും, ഞാനിപ്പം റോഡിനോട് അടുത്താണ് ഇരിക്കുന്നത്, കൊണ്ട് സൗണ്ടുകൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ദൈവത്തോട് നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എനിക്ക് ഇന്നൊരു പ്രഭാതം കാണാൻ സാധിച്ചതിൽ ദൈവത്തോട് നന്ദി പറയാം. അതേപോലെ ഇന്നലെ വരെ എനിക്ക് തന്ന ഒരു അനുഭവങ്ങൾക്ക് നന്ദി പറയുക. ഇങ്ങനെ നമുക്ക് ഒരുപാട് രീതിയിൽ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡിനെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒന്നാമത്തെ ഒരു മെത്തേഡ് എന്നാണ് ഈ പറഞ്ഞ പോലെ ചെറിയ കാര്യങ്ങളിൽ നന്ദി പറയാൻ പഠിക്കുക. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇതുപോലെ ഇപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ദിവസത്തിന് വേണ്ടി നന്ദി പറയുക, അല്ലെങ്കിൽ ഇന്നെനിക്കൊരു പ്രഭാതം കാണാൻ സാധിച്ചതിന് നന്ദി പറയുക, ഇന്നെനിക്ക് ഉണ്ടാവാൻ പോണ സന്തോഷങ്ങൾക്ക് നന്ദി പറയുക. അങ്ങനെ ചെറിയ കാര്യങ്ങൾ ആദ്യം തന്നെ നന്ദി പറഞ്ഞ് ശീലിക്കുക. അതേപോലെ തന്നെ നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ് എഴുതുക. അതായത് അത് എന്തെങ്കിലും കാര്യങ്ങൾ, ഇപ്പം ചെയ്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമായിരിക്കണം എന്നില്ല. നമ്മളിപ്പോൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു വീട്, എനിക്കൊരു വീട് വേണമെന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, ഒരു വീട് വെക്കണം എന്നുള്ളത്. എൻ്റെ പൈസയിൽ, ഞാൻ തന്നെ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയിൽ ഞാനൊരു വീട് വെക്കുന്നത്. അപ്പം ഈ ഒരു ആഗ്രഹത്തെ ഞാൻ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുകയാണ്. എന്നിട്ട് ഞാൻ അതിനു വേണ്ടി നന്ദി പറയാം. ഐ ആം ഗ്രേറ്റ്ഫുൾ, എനിക്ക് എൻ്റെ സ്വപ്ന ഭവനത്തിൽ എനിക്ക് താമസിക്കാൻ പറ്റില്ല, ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്, താങ്ക് യു. അതേപോലെ എനിക്കൊരു ഇഷ്ടപ്പെട്ട ജോലിയിൽ ഞാൻ എത്തി, ആ ജോലിയിൽ എത്തിയതായിട്ട് വിഷ്വലൈസ് ചെയ്തിട്ട് അതിന് നന്ദി പറയാം. അല്ലെങ്കിൽ എനിക്കിത്ര പൈസ വേണം, ഓക്കെ എനിക്കിപ്പോൾ അതുണ്ട്, ഞാൻ റിച്ചാണ്, എനിക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കാൻ പറ്റുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു പൈസ എനിക്ക് കിട്ടിയതിന് വേണ്ടിയിട്ട് നന്ദി പറയുക. ഇങ്ങനെ ഒരു ലിസ്റ്റ് ചെറുതായിട്ട് എഴുതിയിട്ട് 3 കാര്യങ്ങളൊക്കെ മതിയാവും. അത് നിങ്ങളുടെ ബേസ് ചെയ്തിട്ട് അങ്ങനെ ആ ഒരു കാര്യങ്ങൾക്ക് നന്ദി പറയുക. ഇനി നമുക്ക് ആൾക്കാർക്ക് വേണ്ടിയിട്ട് നന്ദി പറയാം. ബൈ ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്ക് ഇന്ന് സംഭവിച്ച നല്ല കാര്യങ്ങൾ 3 കാര്യങ്ങൾ എഴുതുക. അതിൽ നിന്ന് നിങ്ങൾ അത് എഴുതണം എന്നില്ല, 3 കാര്യങ്ങൾ എന്താണെന്ന് എഴുതുക, ഷോർട്ടാക്കിയിട്ട് എഴുതാൽ മതി. എന്നിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കാൻ പറ്റി, അല്ലെങ്കിൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ മനുഷ്യരാരൊക്കെ, അവരിൽ നിന്ന് എന്തെങ്കിലും സഹായം കിട്ടിയിട്ടുണ്ടോ, ഇങ്ങനെ പേഴ്സൺസ് ടു പേഴ്സൺ നമുക്ക് നന്ദി പറയാം. അപ്പോൾ ഇത് നമുക്ക് ആക്ച്വലി ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മുടെ മനസ്സ് കാമാവാനും അതുപോലെ നമ്മുടെ മൈൻഡ് സെറ്റ് ക്ലീൻ ആവാനും ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ആക്ച്വലി ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഫൗണ്ടേഷൻ ഓഫ് ഹാപ്പിനെസ് എന്നാണ് റിസർച്ച് പോലും പറയുന്നത്. അപ്പം നമ്മൾ ഈ ഒരു പ്രാക്ടീസ് ഡെയിലി ശീലിക്കുന്നതോടുകൂടി നമ്മുടെ മൈൻഡും ഭയങ്കരമായിട്ട് റിലാക്സ്ഡ് ആവും. അതുപോലെ നമ്മുടെ ലൈഫിലും ചേഞ്ചസ് വന്നു തുടങ്ങുന്നത് നമ്മൾ തന്നെ അറിയും. അപ്പം ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ട് എനിക്കുണ്ടായ റിസൾട്ടും കൂടെയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പം ഇതുപോലെ അത് മാനിഫെസ്റ്റ് ചെയ്തതാണോ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഇതാണോ, എന്തായാലും ചെയ്യുന്ന കാര്യങ്ങൾ ഇതുപോലെ വിഷ്വലൈസ് ചെയ്യുന്നൊരു നേച്ചർ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഫൈനലി ആ കാര്യങ്ങളൊക്കെ എല്ലാം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ചിലതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അത് നടക്കുന്നുണ്ട്. ഇത് നടന്ന് കാണുമ്പം നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഈ പരാതികൾ നിർത്തിയിട്ട് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക.
ഒരിക്കൽ പോലും നമ്മൾ ചവിട്ടി നടക്കുന്ന ഭൂമിദേവി, അങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഭൂമിദേവിയോട് നമ്മളൊരു നന്ദി പറയുന്നില്ല. എത്ര ആൾക്കാരാണ് ചവിട്ടി നടക്കുന്നത്? അല്ലെ, നമുക്കിന്ന് ഈ ഭൂമിയിൽ നിൽക്കാൻ സാധിക്കുന്നുണ്ട്. നമുക്കെല്ലാവരും ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, ഫാമിലി ഉണ്ട്. എത്രയോ ആൾക്കാർ അതൊന്നും ഇല്ലാത്തവരുണ്ട്. ഇപ്പം എനിക്ക് 2 കൈകളുണ്ട്. ആ കൈ ഉള്ളതുകൊണ്ട് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു. ഒരു കൈയില്ലാത്തവരും കൈകളില്ലാത്തവരും കണ്ണ് കാണാൻ വയ്യാത്തവരും എത്രയോ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പം അതേപോലെ 3 നേരത്തെ ഭക്ഷണം നമുക്ക് മുടങ്ങാതെ കഴിക്കാൻ പറ്റുന്നുണ്ട്. അതിനൊക്കെ എത്ര ഗ്രേറ്റ്ഫുൾ ആണ്. ഇതൊന്നും നമ്മൾ ആലോചിക്കുന്നില്ല. ഇപ്പം കണ്ണുള്ളപ്പോഴേ കണ്ണിൻ്റെ വില അറിയത്തുള്ളൂ എന്ന് ഉള്ളൊരു കോട്ടുണ്ടല്ലോ. അപ്പം അതിനൊരു ഉദാഹരണം പറയാം. ഞാൻ വായിച്ചൊരു പുസ്തകത്തിൽ നിന്നാണ്. ഒരു കുട്ടി, ആ കുട്ടിയുടെ അമ്മേനെ ഭയങ്കരമായിട്ട് എപ്പോഴും ദേഷ്യപ്പെടും, എപ്പോഴും അമ്മ പറയുന്നൊന്നും അനുസരിക്കത്തില്ല. എന്ത് കാര്യത്തോട് ആ കുട്ടിയോട് ചെയ്യാൻ പറഞ്ഞാലും ഇപ്പം പറ്റത്തില്ല, എനിക്ക് പുറത്തു പോകണം, കൂട്ടുകാരോടെ കറങ്ങാൻ പോകണം. വീട്ടിൽ അമ്മ എന്നൊരു വ്യക്തിയെ ആ കുട്ടി കൺസിഡർ ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല. അമ്മ എന്ത് പറഞ്ഞാലും അത് ദേഷ്യമായിട്ടും അതെപ്പോഴും നെഗറ്റീവായിട്ടും അല്ലെങ്കിൽ എങ്ങനെ അത് പ്രൊവോക്ക് ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു ആ കുട്ടി സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഒരു ദിവസം അമ്മ പറഞ്ഞു, കുറച്ച് ജാതി തൈകൾ മേടിച്ച് വെച്ചിട്ടുണ്ട്, അപ്പം ഇതൊന്നും നടാൻ കൂടാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ കുട്ടി പറഞ്ഞു, പതിവ് പോലെ എനിക്ക് പറ്റത്തില്ല, ഞാനില്ല, വേണമെങ്കിൽ ചെയ്തു, ഞാൻ പോവാണ്, എനിക്ക് കൂട്ടുകാരോടെ കറങ്ങാൻ പോകണം, അല്ല എനിക്ക് പുറത്ത് പോകണം എന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങോട്ട് പോയി. അവൻ തിരിച്ചു വന്നപ്പോഴത്തേനും ജാതി തൈ എല്ലാം അമ്മ തന്നെ എല്ലാ പണിയും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. അവനെപ്പോൾ കൈ കഴുകി വന്നിരുന്നാലും അവന് മുന്നിൽ ഭക്ഷണം വരും. അവന് വേണ്ട കാര്യങ്ങൾ, അവനെവിടെയെങ്കിലും പോകണമെങ്കിൽ അവൻ്റെ ഷർട്ട് കാര്യങ്ങളെല്ലാം തേച്ച് വൃത്തിയാക്കി കറക്റ്റായിട്ട് കൊണ്ടുവയ്ക്കും. അവൻ്റെ തുണി അലക്കി ഉണക്കി അത് അലമാരയിൽ കൊണ്ടുവയ്ക്കും. അപ്പം ഇതൊന്നും അവൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒരിക്കലും ഈ അമ്മ മരിച്ചു. അതിനുശേഷമാണ് ഇവൻ്റെ ലൈഫിനെ കുറിച്ച് അറിയുന്നത്. ഒരു വലിയ ശൂന്യതയാണ് ഇവൻ്റെ ലൈഫിലുണ്ടായത്. എന്താണെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും നിന്നു. അതായത് ഭക്ഷണം ഉണ്ടാക്കിയെങ്കിലും അടുക്കളയിൽ ഉണ്ടാവും, വേണമെങ്കിൽ പോയി എടുത്തോണം. അതുപോലെ ഡ്രസ്സ് അലക്കാണ്ട് കുറേ നാൾ കിടക്കുന്നു. അങ്ങനെ ഇവൻ ഓരോരോ കാര്യങ്ങൾ റിയലൈസ് ചെയ്യുന്നതാണ്. അമ്മ എങ്ങനെ ഉണ്ടായിരുന്നു, അമ്മ എന്തൊക്കെയാണ് എനിക്ക് ചെയ്തു തന്നത്, ഞാൻ എന്തിനാണ് അമ്മയോട് ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്തത്. എന്നിട്ട് ഇവൻ ഈ ജാതി നട്ട ആ സ്ഥലത്തോട്ട് പോവാണ്. അപ്പം ജാതിയൊക്കെ വളർന്ന് വലിയ മരങ്ങളായിട്ടുണ്ട്. അപ്പം ഇവനിവിടെ നടുക്ക് ഒരു നിമിഷം കണ്ണടച്ച് നിൽക്കുകയാണ്. കണ്ണടച്ച് നിൽക്കുമ്പം ഒരു കാറ്റ് വന്ന് ഇവനെ പൊതിയാണ്. ഇവനത് അമ്മയായിട്ട് വിഷ്വലൈസ് ചെയ്യുക, അമ്മയായിട്ട് ചിന്തിക്കുകയാണ്. അവൻ ആ സമയത്താണ് കുറേ തിരിച്ചറിവുകൾ ഉണ്ടാവുന്നത്. തിരിച്ചറിവുകൾ വൈകിയായിരിക്കും ഉണ്ടാവുക, പക്ഷേ അതിലൂടെ ആ കുട്ടി പഠിച്ചൊരു കാര്യമുണ്ട്. നഷ്ടപ്പെട്ടു എന്നുള്ളത് എത്രത്തോളം ഇതാണ്. ആ ഉള്ള സമയത്ത് ആ കുട്ടി അതിൻ്റെ വാല്യൂ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല, അതിനെ ഗൗനിച്ചിട്ടുണ്ടായിരുന്നില്ല. ബെന്യാമിൻ്റെ ആടുജീവിതത്തിൽ നിന്ന് എനിക്കിഷ്ടപ്പെട്ടൊരു വരിയുണ്ട്. നമ്മൾ അനുഭവിക്കാത്ത ജീവിതം വെറും കെട്ടുകഥകൾ മാത്രമായിരിക്കും. അത് എത്രമാത്രം ശക്തമായിട്ടുള്ളൊരു വാക്കാണെന്നുള്ളതാണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കമ്പയർ ചെയ്യുമ്പം നമ്മൾ അവരുടെ ലൈഫിൻ്റെ ബാക്കി കാണുന്നില്ല. നമ്മുടെ കൊച്ചു വീട്, അച്ഛനമ്മ, 2 മക്കൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വീടും 3 നേരം നമുക്ക് കഴിക്കാൻ കിട്ടുന്നുണ്ട്, സമാധാനമായിട്ടുള്ളൊരു വീടാണ്. അതേപോലെ നമ്മൾ കമ്പയർ ചെയ്യുന്നൊരു വീട്, വലിയൊരു ഫ്ലാറ്റ് അല്ലെങ്കിൽ വലിയൊരു വീട്, 2-3 നിലയുള്ള വീട്, അവിടെ അച്ഛനും അമ്മയും ഈ പറഞ്ഞ പോലെ 2 മക്കളാണെങ്കിൽ അങ്ങനെ അവരുടെ അവിടെ സ്ഥിരം പ്രശ്നങ്ങളാണ്, നമ്മളറിയുന്നില്ല. പക്ഷെ നമ്മൾ ഇവിടെ ഇരുന്ന് കമ്പയർ ചെയ്യുന്നത് എന്താ, അവൻ്റെ എന്ത് വലിയ വീടാണ്, അവൻ എന്ത് സൗകര്യത്തിലാണ് അവിടെ ജീവിക്കുന്നത്. അപ്പം ഈ ഒരു കാര്യം എപ്പോഴും മനസ്സിലുണ്ടാവുക. ഇതുപോലെ ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിൽ റീൽസ് ഇങ്ങനെ കാണുന്ന സമയത്ത് ഞാനൊരു വീഡിയോ കണ്ടു. ആ വീഡിയോ ഞാൻ ഇപ്പോൾ പ്ലേ ചെയ്യാം, അതൊന്ന് കണ്ടിട്ട് വാ. ഈ വീഡിയോയിൽ കണ്ടോ, ആ കുഞ്ഞു കുട്ടി എന്ത് ആസ്വദിച്ചാണ് അതിൻ്റെ അച്ഛൻ്റെ കൂടെ പോകുന്നത്. അപ്പം നമ്മൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്നവരെ കുറിച്ചാണെങ്കിൽ, വർക്ക് ചെയ്യുമ്പം എനിക്ക് ഈ പണി പറ്റുന്നില്ല, എന്നെക്കൊണ്ട് ഇത്രയും ഭാരം പറ്റത്തില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ AC ചുവട്ടിലിരുന്നാണ് വർക്ക് ചെയ്യുന്നത്. പുറത്ത് വെയിലത്ത് കിടന്ന് പണിയെടുക്കുന്ന എത്രയോ ആളുകളുണ്ട്. ഉത്സവപ്പറമ്പുകളിലൊക്കെ കുഞ്ഞു കുട്ടികളെയും കൊണ്ട് വന്നിട്ട് രാത്രിയിലൊക്കെ തണുപ്പത്ത് അതുങ്ങളെ കിടത്തി. അങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു വീടുണ്ട്, നമുക്ക് കട്ടിലുണ്ട്, പുതച്ച് കിടക്കാനൊരു പുതപ്പുണ്ട്, ഇങ്ങനെ ഒരുപാട് സൗകര്യങ്ങളുണ്ട് നമുക്ക്. അപ്പം നമ്മൾ എത്രമാത്രം ഗ്രേറ്റ്ഫുള്ളാണ്. ഒന്ന് ഇരുന്ന് ചിന്തിച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് മുതൽ എന്തില്ല എന്നത് പറയുന്നതിന് പകരം നമുക്ക് എന്തൊക്കെയുണ്ട്
എന്ന് പറയാം. അതാണ് ശരിക്കുമുള്ള ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പം ഇന്ന് മുതൽ നിങ്ങളും ഇത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. പ്രാക്ടീസ് ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റിൽ പറയുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.